പുതിയ ഒരു ബില്ല് പാസ്സാക്കാൻ പോവാണ്. ഈ ബില്ല് ടാർഗറ്റ് ചെയ്യണത് നോൺ US സിറ്റിസൻസിനെയാണ്. എന്താന്ന് വെച്ചാൽ ഇതൊരു റെമിറ്റൻസ് ടാക്സ് ആണ്. ഈ റെമിറ്റൻസ് ടാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ US സിറ്റിസൻസ് അവരെ സ്വന്തം രാഷ്ട്രത്തേക്ക് കാശ് അയച്ചിട്ടുണ്ടെങ്കിൽ അവര് 5% ടാക്സ് അടയ്ക്കണം, മീൻസ് കൊടുക്കണം ഗവൺമെന്റിന്. ഇത് കുറെ നോൺ US സിറ്റിസൻസിന് ബുദ്ധിമുട്ടാവും. കാരണം വെച്ചാൽ കണ്ടമാന ആൾക്കാർ അമേരിക്കയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാരും മെക്സിക്കക്കാരൊക്കെ. ഇവർക്കൊക്കെ ഈ ടാക്സ് ബാധകമായിരിക്കും. മീൻസ് അവർ സിറ്റിസൺ ആണെങ്കിൽ ബാധകമല്ല, നോൺ സിറ്റിസൺ ആണെങ്കിൽ ബാധകമാണ്. മനസ്സിലായ? ഇത് വലിയൊരു ഇഷ്യൂ ആണ്. ബേസിക്കലി ഇത് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മീൻസ് നോൺ സിറ്റിസൻസ് മീൻസ് നോൺ US സിറ്റിസൻസ് അവർ വേറെ വഴികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ കണ്ടെത്തണം കാശ് അവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഹോം ലാൻഡിലേക്ക് അയക്കാൻ. ഇത് തന്നെയാണ് ട്രംപിന്റെ പ്ലാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അയക്കുന്ന സ്ട്രീം മാറ്റാനാണ് ട്രംപ് പറയണത് ഈ ടാക്സ് വഴി. ഈ 5% റെമിറ്റൻസ് ടാക്സ് ക്രിപ്റ്റോ യൂസേഴ്സിന് അല്ലെങ്കിൽ ക്രിപ്റ്റോ ലോകത്തിന് ഗുണകരമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ക്രിപ്റ്റോ ലോകത്തിന് ഗുണകരമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാക്സ് ആണ്. മനസ്സിലായ? ഈ ടാക്സിന്റെ ഉദ്ദേശം നോൺ US സിറ്റിസൻസ് ക്രിപ്റ്റോ വഴി വീട്ടിലേക്ക് കാശ് അയച്ചാൽ മതി എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഹോം കൺട്രിക്ക് കാശ് അയച്ചാൽ മതി എന്ന്. അല്ലാണ്ട് ബാങ്ക് വഴി ട്രാൻസ്ഫർ വേണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായ? മെക്സിക്കൻ ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് $64 ബില്യൺ വർത്ത് ഓഫ് റെമിറ്റൻസ് മെക്സിക്കോക്ക് പോകണ്ടെന്നാണ് പറയുന്നത്. എവിടെ നിന്ന്? മെക്സിക്കൻസ് അല്ലെങ്കിൽ ആൾക്കാർ നോൺ US സിറ്റിസൻസ് അവര് മെക്സിക്കോക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടെന്നാ പറയുന്നത്. ഈ ടാക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം മീൻസ് ഈ $64 ബില്യൺ ഒരു 5% നോക്ക്, ഏകദേശം $3 ബില്യൺ ടാക്സ് ആയിട്ട് പോവുക. നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഒരു ബിഗ്ഗർ പിക്ചർ നോക്കാം. ഇനി നിങ്ങൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും വോളിയം എടുത്ത് നോക്ക്, റെമിറ്റൻസിന്റെ ഒരു വലിയ തുകയായിരിക്കും. അപ്പൊ ഈ ടാക്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? ഈ സ്റ്റുഡൻസും ഈ വർക്കേഴ്സും ഈ നോൺ US സിറ്റിസൻസും ഒക്കെ ക്രിപ്റ്റോ വഴിയൊക്കെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അവർ വേറെ മാർഗം കണ്ടെത്തണം. ആ മാർഗമാണ് ക്രിപ്റ്റോ. മീൻസ് ക്രിപ്റ്റോന് ഇന്റർമീഡിയറി ഇല്ല, ബാങ്ക് ഇല്ല, ഒരു മിഡിൽ മാൻ ഇല്ല. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാലറ്റ് ഉപയോഗിക്കും, കസ്റ്റോഡിയൽ വാലറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റാമാസ്ക് ഉപയോഗിക്കും, മറ്റേത് മറിച്ചത് ഉപയോഗിക്കും, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കും. അവരുപയോഗിച്ചിട്ട് ചീപ്പർ ആൾട്ടർനേറ്റീവ്സ് നോക്കും ക്രിപ്റ്റോയില്. എന്നിട്ട് അവരെ വീട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സ്റ്റേബിൾ കോയിൻസിൽ കാശ് എടുത്ത് വെക്കാൻ തുടങ്ങും. മനസ്സിലായോ? എന്നിട്ട് ചീപ്പായിട്ടും ആരും അറിയാണ്ട് അവർ വീട്ടിലേക്ക് അയക്കും. ടാക്സും ഇല്ല, ബാങ്ക്സിന്റെ ഹേർഡിൽസ് ഇല്ല. ട്രംപ് ഇങ്ങനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് ഒരു അടി കൊടുക്കണം. ബേസിക്കലി ട്രഡീഷണൽ ഫോമാറ്റിൽ നിന്ന് ഈ ഡിജിറ്റൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിന്റെ ലോകത്തേക്ക് വരാനാണ് പറയുന്നത് ആൾക്കാരോട്, ഈ നോൺ US സിറ്റിസൻസിനോട് ഇംപ്ലിസിറ്റ്ലി. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? ക്രിപ്റ്റോ ലോകത്ത് വോളിയം കൂടും. കാരണം വെച്ചാൽ ആൾക്കാർ മുഴുവനും ക്രിപ്റ്റോ ഉപയോഗിച്ചിട്ടായിരിക്കും വിദേശത്തേക്ക് അയക്കാൻ തുടങ്ങുക. മനസ്സിലായി? അനോണിമസ്ലി അല്ലാണ്ട എന്തായാലും ആവട്ടെ, ഓരോ രീതികളിൽ അവർ അയക്കും. ബേസിക്കലി അവര് ടെതർ ഉപയോഗിക്കായിരിക്കും, USDC ഉപയോഗിക്കായിരിക്കും. എങ്ങനെയായാലും ശരി അവർ ഉപയോഗിച്ചിട്ട് ചീപ്പായിട്ട് അവരയക്കും. എപ്പോഴാണെങ്കിലും അയക്കുകയും ചെയ്യാം. എന്തിനാ ബാങ്കിലേക്കൊക്കെ പോകണം ഇന്ന ആൾക്കാർ ചിന്തിക്കുക. അപ്പൊ ഇത് ട്രംപ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണകരമായ കാര്യമാണെന്ന് ഞാൻ തോന്നുന്നുണ്ട്. മീൻസ് ബില്ല് പാസ്സായിട്ടുണ്ടെങ്കിൽ ഗുണകരമായ ഒരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നോളജിക്കൽ പുഷാണ് ഇത്. ബേസിക്കലി ജനങ്ങളോട് പറയാൻ നമ്മൾ ട്രഡീഷണൽ ബാങ്ക്സിൽ നിന്ന് മാറിയിട്ട് വേറെ വഴികൾ നോക്കുന്നതാണ് പറയുന്നത്. മീൻസ് ഇത്രയും നല്ല ടെക്നോളജി ഇരിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ, മീൻസ് ഇത്ര അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി, അതൊന്നും ഉപയോഗിച്ച് നോക്ക്. അതാണ് ട്രംപ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ടാ ക്രിപ്റ്റോ യൂസേഴ്സിന്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം കൂടാണ് ബേസിക്കലി. പിന്നെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ പാറ്റേൺ ട്രഡീഷണൽ ബാങ്കിൽ നിന്ന് ക്രിപ്റ്റോ ലോകത്തേക്ക് കടക്കണ പാറ്റേൺ, ബേസിക്കലി ക്രിപ്റ്റോയിൽ അയക്കണ പാറ്റേൺ, ഈ പാറ്റേൺ തന്നെ വേറെ കുറെ ഡിസിഷൻസ് അവർക്ക് ഓപ്പൺ ആക്കി കൊടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ക്രിപ്റ്റോയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും, നമുക്ക് കുറച്ച് ബിറ്റ്കോയിൻ എടുത്ത് വെച്ചോടെ, നമുക്ക് കുറച്ച് എതേറിയം വാങ്ങി വെച്ചോടെ എന്നല്ലേ. എതേറിയം അപ്രിഷിയേറ്റ് ചെയ്താലോ എന്നൊക്കില്ലേ. മീൻസ് കൂടുതൽ നമ്മളെ ലോകത്താണല്ലോ. അപ്പൊ നമ്മൾ പല ഓപ്പർച്യൂണിറ്റീസും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കും. അപ്പൊ അവിടേക്കൊക്കെ മാറാൻ തുടങ്ങും ബേസിക്കലി. ഇനി കുറച്ച് വീട്ടിൽ അയക്കണം, ഒരു 10% അയക്കാം, അല്ല 50% അയക്കുക, എന്നിട്ട് ബാക്കിയൊക്കെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റി വയ്ക്കാന്നൊക്കെ ചിന്തിക്കാം ബേസിക്കലി. ഇപ്പൊ ബുൾ സീസൺ ആയി, നമുക്ക് കുറച്ച് കാശ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 2x അടിച്ചിട്ട് വേണമെങ്കിൽ തിരിച്ചയക്കാന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ചിലവര് കൃത്യമായിട്ട് സ്റ്റേബിൾ കോയിനിൽ തിരിച്ചയക്കും. പക്ഷെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, കൂടുതൽ പുഷുകൾ ഉണ്ടാവും പല സ്ഥലത്തേക്കും. മീൻസ് ബെറ്റർ ഈൽഡ്സ് നോക്കിയാൽ DeFi ഫാമിങ്, നമുക്ക് അതിൽ പോയിട്ട് കുറച്ച് സ്റ്റേക്ക് ചെയ്താലോ എന്നൊക്കെ, അല്ലെങ്കിൽ ഫാം ചെയ്താലോ എന്നൊക്കെ ചിന്തിക്കും. മീൻസ് DeFiയിൽ ഡീസെൻട്രലൈസ് ഫൈനാൻസ് എക്സ്ചേഞ്ചിൽ പോയിട്ട് കുറച്ച് സ്റ്റേക്ക് ചെയ്താലോ ഫാം ചെയ്യാന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം നമ്മൾ എപ്പോഴും ക്രിപ്റ്റോ ലോകത്താണ് ബേസിക്കലി. നമ്മളെ അയക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും. അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് ഇത് എല്ലാം കൊണ്ടും നല്ലതാണ് നമുക്ക് ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും. മനസ്സിലായ? അപ്പൊ ട്രംപ് ഇപ്പൊ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് അടിപൊളിയാണെന്ന് ഞാൻ പറയും.
അപ്പൊ അതാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോ വരണവരെ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.